Hi everyone, this is Ebin Safe from Evika. അങ്ങനെ നമ്മുടെ iOS 17.4ൻ്റെ ബീറ്റ 2 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ ഡിവൈസിലും 700 മുതൽ 1 GB വരെ ആയിരിക്കും ഈ ഒരു അപ്ഡേഷൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ ആദ്യമായി വിഷൻ OS 1.1 ബീറ്റ 1 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ തുടക്കം തന്നെ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ പുതിയ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS 17.4 21E 5195E എന്ന് ഈ പറഞ്ഞ എന്ന ആൽഫബറ്റ് എയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്ത് നമ്മൾ എത്തുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ആവാനും ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും ആദ്യം വന്ന വലിയ മാറ്റം അല്ലെങ്കിൽ പുതിയ മാറ്റം എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ വിജിറ്റ് വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ ഈ പറഞ്ഞ വിജിറ്റ് ആപ്പിലേക്ക് പോവാം. ഇവിടെ ക്ലോക്ക് എന്ന ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സിറ്റി ഡിജിറ്റൽ എന്നുള്ളൊരു പുതിയ വിജിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സിറ്റി ഡിജിറ്റൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈ ചെയ്യുന്ന കൺട്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു സിറ്റിയോ ടൈം ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ടൈമും അല്ലെങ്കിൽ അതേപോലെ ആ ഒരു സിറ്റിയുടെ പേരും ടൈമും നമ്മൾ എത്ര മണിക്കൂർ ബിഹൈൻഡ് ആണ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ മുമ്പിലാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വിസിറ്റ് സെക്ഷനിലാണ് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിലിംഗ് സെക്കൻഡ്സ് പോകുന്ന ഡീറ്റെയിലിംഗ് ഇവിടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യവും ആപ്പിൾ iOS 17.4 കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്ന അപ്ഡേഷൻ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കാം. നേരെ താഴത്തേക്ക് പോയി കണ്ടിട്ട് അനലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. നേരെ താഴത്തേക്ക് പോകാം. ഇവിടെ ഇംപ്രൂവ് വാലറ്റ് കണക്ഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന ഓരോ ബാങ്കിൻ്റെയും ഡാറ്റ കുറച്ചും കൂടെ കറക്റ്റായിട്ടും ഇംപ്രൂവ് ആയിട്ടും ചെയ്യാൻ ആപ്പിളിനെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഇംപ്രൂവ് വാലറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. പൊതുവേ ഞാൻ എല്ലാ ഓപ്ഷൻസും ഓഫ് ചെയ്യാറാണ് പതിവ്. കാരണം ആപ്പിളിന് ഓരോ ഡാറ്റയും കൊടുക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനത്തെ എല്ലാ ഡാറ്റയും ഓഫ് ചെയ്തിടാറ്. അതേപോലെ നിങ്ങൾക്ക് പുതിയ ഇതേപോലെ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൈ നോട്ട്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇങ്ങനത്തെ എല്ലാ അപ്ഡേഷൻസ് നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സസ് ഏതാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ബഗ് ഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ബഗ്ഗാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു സ്മൂത്ത്നെസ് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ബഗ്ഗോ ആ ഒരു ക്ലട്ടറിങ്ങോ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നമുക്ക് വരുന്നില്ല. ഏറ്റവും വലിയ അപ്ഡേഷൻ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ബഗ് ഫിക്സിനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. iOS 16 മുതൽ നമുക്കുണ്ടായ ഒരു പ്രശ്നമായിരുന്നു ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ക്ലട്ടറിങ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്രയും സ്മൂത്തായിട്ടും അത്രയും വിവിഡായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ ആ ഒരു ആനിമേഷൻസ് വർക്ക് ചെയ്യുന്നത്. സോ ഇനി വരുന്ന ഓരോ അപ്ഡേഷനിലും പുതിയ ബഗ് ഫിക്സസും ഇമ്പ്രൂവ്മെൻറ്റ്സും ആപ്പിൾ കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ അപ്ഡേഷനിൽ നമുക്ക് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പെർഫോമൻസ് ആസ് ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. വലിയ പ്രശ്നങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. അതേപോലെ വലിയൊരു ബൂമോ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് ഇനി ഹാർഡ് കോർ ആയിട്ട് നമുക്ക് ഗെയിമിങ്ങോ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് മനസ്സിലാവുക. ഇനി iOS 17.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും നമുക്ക് ഫെബ് അവസാനമാകുമ്പോൾ തന്നെ ഈ ഒരു iOS 17.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നൊരു ബിൽ നമ്പറാണ്. ആ ഒരു അപ്ഡേഷന് ശേഷം മിക്കവാറും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഒരു AO BO ലഭിക്കും. ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ ഒരു RC റിലീസും അതിനുശേഷം ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനായിരിക്കും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏർലി മാർച്ചിൽ തന്നെ iOS 17.4 ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ iOS 17.3.1 എന്ന് പറഞ്ഞാൽ പുതിയ അപ്ഡേഷൻ ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ കോഡിങ്ങും അനലിറ്റിക്സും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു അപ്ഡേഷനും ആപ്പിൾ ഇതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.4ൻ്റെ ബീറ്റ 2ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അപ്ഡേറ്റ്സ് അറിയാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എബിക്ക.